നമസ്കാരം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ ഫോക്കസ് ഏരിയ ഏതൊക്കെയാണ് എന്നുള്ളത് പേജ് നമ്പർ നോക്കിയിട്ട് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോ കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാൻ പറയുന്ന ഭാഗങ്ങൾ പെൻസിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ റെഡ് ഇങ്ക് ഉപയോഗിച്ചോ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 എന്ന് പറയുക എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ ഈ ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ, അതായത് എനർജി കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഏരിയാസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് എനർജി കൺവേർഷൻ. അതായത് പേജ് നമ്പർ 8 വരുന്ന ടേബിൾ 1.1 പഠിച്ചു വെക്കണം. ഓരോ ഡിവൈസസിലും നടക്കുന്ന എനർജി ചേഞ്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ടാമത് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ ഭാഗമാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായി പഠിച്ചു വെക്കുക. അതിനുശേഷം പറയുന്നത് ജൂൾസ് ലോ ആണ്. അതായത് പേജ് നമ്പർ 11ലുള്ള ജൂൾസ് ലോ. ഇതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഡെഫിനേഷനൊക്കെ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്നത് ഇലക്ട്രിക് പവർ. ഫോക്കസ് ഏരിയാസിൽ പറയുന്നത് ഇലക്ട്രിക് പവറാണ്. പക്ഷേ അതിന് മുന്നേയുള്ള കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇലക്ട്രിക് പവറാണ് ആദ്യം ഫോക്കസ് ഏരിയാസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് പവർ എവിടെയാണെന്നുള്ളത് നോക്കാം. പേജ് നമ്പർ 21 ഇലക്ട്രിക് പവർ എന്താണെന്ന് പറയുന്നത്. The amount of energy consumed by an electrical appliance in unit time is its power. അങ്ങനെ പവറിൻ്റെ ഇക്വേഷൻ W/T എന്നും വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ, പവറിൻ്റെ യൂണിറ്റ് വാട്ട് എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അതാണ് ഇലക്ട്രിക് പവർ എന്നുള്ള ഭാഗത്ത് വരുന്നത്. ദെൻ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോബ്ലംസ്, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസും അല്ലാതെ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ പവറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസിൽ തന്നെ, ഈ ചാനലിലുള്ള വീഡിയോസിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് പവറുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇത് എളുപ്പമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പവർ എന്നുള്ള ഭാഗം പഠിക്കുക. ദെൻ പിന്നെ പറയുന്നത് ഉപകരണങ്ങൾ, ഹീറ്റിംഗ് ഡിവൈസസ് ആണ് പറയുന്നത്. ഹീറ്റിംഗ് ഡിവൈസസിൻ്റെ കാര്യം പറയുന്നത് പേജ് നമ്പർ 19 ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അതിൽ ഡിഫറെൻറ്റ് ഡിവൈസസ് പറയുന്നുണ്ട്. സോൾഡറിങ് അയണും പിന്നെ ഹീറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന നിക്രോമാണെന്നും നിക്രോമിൻ്റെ സ്പെഷ്യാലിറ്റി, അതായത് ഹൈ റെസിസ്റ്റിവിറ്റി, ability to remain in red hot condition for a long time without getting oxidized, high melting point, heating expansion is very low. ഇതൊക്കെയാണ് നിക്രോമിൻ്റെ സ്പെഷ്യാലിറ്റീസ്. അത് പഠിച്ചു വെക്കുക. ദെൻ സേഫ്റ്റി ഫ്യൂസാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഫോക്കസ് ഏരിയാസിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പിന്നെ വരുന്നത് സേഫ്റ്റി ഫ്യൂസ്. അത് പേജ് നമ്പർ 20 ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തിയാൽ നന്നായിരിക്കും. സേഫ്റ്റി ഫ്യൂസ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ്. ദെൻ അതിന് താഴെയുള്ള പാരഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂസ് വയർ, ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദി സേഫ്റ്റി ഫ്യൂസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതിൽ ഈ ഫ്യൂസ് വയറിൽ പറഞ്ഞിരിക്കുന്ന ഫ്യൂസ് വയർ മെൽട്ട് ആവാനുള്ള രണ്ട് പോസിബിലിറ്റീസാണ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. അത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഫ്യൂസ് വയറിൽ വരുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങളതും ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഒരു സെൻറ്റൻസ്, അതായത് പേജ് നമ്പർ 21 പറഞ്ഞിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡ്യൂറിങ് ദ എൻറ്റയർ ടൈം ഓഫ് ദി പാസിംഗ് ഓഫ് കറണ്ട് ത്രൂ എ സർക്യൂട്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ഫ്യൂസ് വയർ.
but this heat will be transmitted to the surroundings. When the current that flows into the circuit exceeds the permissible limit, the heat generated becomes excessive. Since more heat is generated in unit time than the heat transmitted, the fuse wire melts. ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് us ആൻഡ് ദ അപ്ലയൻസസ് ഫ്രം ഡേഞ്ചർ വെൻ എൻ എക്സസ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. എന്താണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആൻസർ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് us ആൻഡ് അപ്ലയൻസസ്, നമ്മളെയും അപ്ലയൻസസിനെയും ഡിവൈസസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉപകരണമാണ്. ഫ്രം ഡേഞ്ചർ, അപകടത്തിൽ നിന്നും. വെൻ എൻ എക്സസ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ടിലൂടെ കൂടുതലായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മെയും ഉപകരണങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ്. ഓക്കെ, പിന്നെ പറയുന്നത് റെസിസ്റ്റേഴ്സ്, അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ്. അത് വരുന്നത് പേജ് നമ്പർ 15 വരുന്നത്. അതായത് റെസിസ്റ്റേഴ്സിനെ നമുക്ക് 2 തരത്തിൽ കണക്ട് ചെയ്യാം. അതിലൊന്നാണ് സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള കണക്ഷൻ, ഒരേ വയറിൽ 2 റെസിസ്റ്റേഴ്സ് അടുത്തടുത്ത് വരുന്ന കണക്ഷനാണ് സീരീസ് കണക്ഷൻ. അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ R=R1 + R2. ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം. ഓക്കെ, അപ്പോൾ അതും ഒന്ന് പഠിച്ചു വെക്കുക. അതായത് സീരീസ് കണക്ഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പറഞ്ഞത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആകുമ്പോൾ അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/R = 1/R1 + 1/R2 or R = R1R2/R1 + R2. അപ്പോൾ സീരീസ് കണക്ഷൻ ആവുമ്പോഴാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നും പാരലൽ കണക്ഷൻ ആവുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവാണ് എന്നും പഠിച്ചു വെക്കുക. പിന്നെ പറയുന്നത്, അതിന് താഴെ പറയുന്നൊരു സെൻറ്റൻസ് അത് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദെൻ R = R/N. ഓക്കെ, ഇതെപ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? അതായത് സപ്പോസ് നമ്മളെടുത്ത് പറയുന്നു 2 ohm റെസിസ്റ്റേഴ്സ്, 2 ohm ഉള്ള ഒരു 4 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, 2 ohm ഉള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R = 2 ohm ആണെങ്കിൽ അങ്ങനെയുള്ള എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 4 റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ഇത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നും ഇതിൻ്റെ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ R എന്നും നമ്മൾ റെസിസ്റ്റൻസിൻ വാല്യൂ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കാം, കാരണം ഇത് തമ്മിൽ മാറിപ്പോവല്ലോ. അതുകൊണ്ട് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ R എന്നും റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യാൻ സ്മോൾ ലെറ്റർ R എന്നും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വന്നത് എങ്കിൽ എങ്ങനെ? 2 ohm റെസിസ്റ്റേഴ്സ് 4 എണ്ണമുണ്ട്. അങ്ങനെയുള്ള 4 റെസിസ്റ്റേഴ്സ്, ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് 2 ohm ആണ്. എന്ത് ചെയ്യുന്നു? പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കിവിടെയുള്ള ഇക്വേഷൻ R = R/N എന്നാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് 2 ohmൻ്റെ 4 റെസിസ്റ്റേഴ്സ് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ 4 റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? എല്ലാം 2 ohm ആണ്. 2 ohm 2 ohm 2 ohm ഇങ്ങനെയുള്ള 4 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയുന്ന ഇക്വേഷൻ 1/R1 + 1/R2 + 1/R3 + 1/R4. അപ്പോൾ 1/2 + 1/2 + 1/2 + 1/2 എന്ന് ചെയ്യുന്നതിന് പകരം ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ തുല്യമായതുകൊണ്ട് അതിന് എന്ത് ചെയ്താൽ മതി? R = R/N എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതിയാകും. അതായത് സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് എത്രയാണ്? 4. അപ്പോൾ 2/4 എത്രയായിരിക്കും? 1/2 ohm. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ohm. ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ റെസിസ്റ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് പഠിച്ച് വെക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും പഠിക്കാം. പിന്നീട് ഫോക്കസ് ഏരിയയിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത് അടുത്തതായിട്ട് ഇവയുമായി, അതായത് പ്രോബ്ലംസ് റിലേറ്റഡ് ടു സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ. അതായത് സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R=R1 + R2 ആണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ R=1/R1 + 1/R2 ആണ്. ഓക്കെ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം എന്നാണ് ഫോക്കസ് ഏരിയയിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അടുത്തത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അത് പേജ് നമ്പർ വരുന്നത് 23ൽ പറയുന്ന ഇൻകാൻഡസെൻ്റ് ലാമ്പ്. ഇൻകാൻഡസെൻ്റ് ലാമ്പിനെ തന്നെയാണ് ഫിലമെൻ്റ് ലാമ്പ് എന്നും പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിലമെൻ്റ് ലാമ്പ് മാത്രം പഠിച്ചാൽ മതിയാവും. എന്ന് പറഞ്ഞാൽ ഫിലമെൻ്റ് ലാമ്പും അതിൽ ഉപയോഗിക്കുന്ന ഫിലമെൻ്റ് ടങ്സ്റ്റൺ ആണ് എന്നും ടങ്സ്റ്റണിൻ്റെ പ്രത്യേകതയും പറയുന്നുണ്ട്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ആ ഒരു കാര്യവും പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റായി പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ ഡിസ്ചാർജ് ലാമ്പ്, LED ലാമ്പ് ഒക്കെയാണ് പറയുന്നത്. അതൊന്നും ആവശ്യമില്ല എന്നാണ് ഈ ഫോക്കസ് ഏരിയ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടത് പ്രകാരം. ഈ ഡിസ്ചാർജ് ലാമ്പും LED ലാമ്പും LED ലാമ്പിൻ്റെ കൺസ്ട്രക്ഷനും റിപ്പയറിങ്ങും ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ചോയ്സും ഉണ്ടാവുമല്ലോ. അപ്പം എന്ത് തന്നെയായാലും ഇത്രയും ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ പഠിക്കുക നന്നായിട്ട്.